വന്ദേമാതരം പാടരുത്, ജീവിതത്തിൽ ഒരിക്കലും വന്ദേമാതരം പാടില്ല എന്നൊക്കെ വാശി പിടിക്കുന്നത് തീർത്തും ദേശവിരുദ്ധമായ സമീപനമാണ്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിസ്മയകരമായ കാര്യങ്ങൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ വന്ദേമാതരം പൂർണ്ണമായും വന്ദേമാതരം ആലപിക്കണം എന്നുള്ള നിയമമായി കഴിഞ്ഞു. രാജ്യസഭയിലും ലോക്സഭയിലും ആ ബില്ല് പാസ്സായി കഴിഞ്ഞു. രാഷ്ട്രപതിയുടെ ഒപ്പ് വന്നു കഴിഞ്ഞാൽ അത് നിയമമായി മാറും. അപ്പൊ ദേശീയ ഗാനത്തിനുള്ള അതേ സ്റ്റാറ്റസ് ദേശീയ ഗീതം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വന്ദേമാതരത്തിനും ഉണ്ടാകണം എന്നുള്ളതാണ് നിയമത്തിന്റെ കാതൽ. ആ നിലയ്ക്ക് നിയമമായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ വന്ദേമാതരം പാടരുത്, ജീവിതത്തിൽ ഒരിക്കലും വന്ദേമാതരം പാടില്ല എന്നൊക്കെ വാശി പിടിക്കുന്നത് തീർത്തും ദേശവിരുദ്ധമായ സമീപനമാണ് എന്നാണ് പറയേണ്ടി വരുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നേരത്തെ സവർക്കറെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും ആവേശകരമായ അനുഭവമാക്കി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകുന്നതിൽ വന്ദേമാതര ഗാനം അതിന് വലിയ പങ്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള വന്ദേമാതരത്തെ തിരസ്കരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് പറയാൻ സാധിക്കുക. അങ്ങയുടെ നാട്ടിൽ നിന്ന് ഈ അടുത്ത നടന്ന സംഭവമാണ് അർജുനായകയുടെ ആ വിഷയത്തിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ തോന്നിപ്പിക്കുന്ന അറസ്റ്റിലേക്ക് നടക്കുന്നു. എന്താണ് അതിന്റെ കാര്യത്തിൽ? അല്ല, നമ്മുടെ ഈ വിഷയവുമായിട്ടത് എന്താ പറയാ ബന്ധപ്പെടുത്തണമെന്നാണ് എന്റെ സംശയം. ചോദിച്ച സ്ഥിതിക്ക് ഇവരൊക്കെ നമുക്കറിയാമല്ലോ കേരളത്തിൽ എന്താണ് നടക്കുന്നത്. ഭരണ സൗകര്യം ഉപയോഗിച്ച്, പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പല ആളുകളും സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്തൽ, ആളുകളെ ഭീഷണിപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങളൊക്കെ നിരന്തരമായി സംഭവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു സംഭവമാണ് ഈ പറയുന്ന ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട സംഭവം. സ്വാഭാവികമാണ്, നിലയ്ക്ക് കേസെടുക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി ബാക്കി ഞാൻ പറഞ്ഞതുപോലെ നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. ഇത്തരം പ്രവണതകൾ നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോ ചില സന്ദർഭങ്ങളിൽ സമൂഹത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കണം, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ നിരന്തരമായ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ വരിക തന്നെ വേണം. ആണല്ലോ. അപ്പൊ നമുക്കറിയാമല്ലോ, സത്യപ്രതിജ്ഞാ വേളയിൽ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കപ്പെടുകയുണ്ടായി. സ്വാഗതാർഹമാണ്. അത് നമ്മളിലൊക്കെ ദേശസ്നേഹത്തെക്കുറിച്ച് ഒക്കെ പറയുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഏത് രാഷ്ട്രീയ വീക്ഷണം വെച്ച് പുലർത്തുന്നവരായാലും രാഷ്ട്രം, രാഷ്ട്രസ്നേഹം, ഇതിലൊന്നും വിവാദങ്ങളില്ല. അപ്പൊ ആ നിലയ്ക്ക് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ വിശിഷ്ടമായ പാരമ്പര്യത്തെ ആവിഷ്കരിക്കുന്ന ആ ഗീതം പൂർണ്ണമായും കേൾക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്, സ്വാഗതാർഹമായ കാര്യമാണ്. അത് സംഭവിച്ചു സത്യപ്രതിജ്ഞാ വേളയിൽ. തുടർന്നുള്ള നാളുകളിലും ഇതേ അനുഭവം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കുന്നു, വന്ദേമാതരം പൂർണ്ണാർത്ഥത്തിൽ പാടണമെന്ന് പറയുന്നു. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു നിയമമായി മാറിക്കഴിഞ്ഞു. സാങ്കേതികമായി ചില പ്രക്രിയകൾ കൂടി ബാക്കിയുണ്ടെങ്കിലും അതുകൊണ്ട് വന്ദേമാതര ഗാനത്തെ ആ നിലക്ക് ദേശീയ മാനബിന്ദു എന്ന നിലക്ക് തന്നെ പരിഗണിക്കപ്പെടുകയും അത് ആലപിക്കപ്പെടുകയും തന്നെ വേണം. അതിൽ യാതൊരു തർക്കവുമില്ല. പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിതത്തിൽ ഞാനത് ആലപിക്കില്ല എന്നൊക്കെ പറയുന്നത് ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളും അതിന് ചോദ്യം ചെയ്യുന്നതാണ്. കാരണം അംബേദ്കർജി തന്നെ പറഞ്ഞത് ഭരണഘടനാ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി അത് മാറണം എന്നുള്ളതാണ്. ഭരണഘടനാ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നാടിനോടും നാടിന്റെ സംസ്കൃതിയോടും നാടിന്റെ ചരിത്രത്തോടും ഒക്കെ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിന്റെ അനിവാര്യമായ ഒരു ഭാഗമാണ് വന്ദേമാതരം.